അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ ശരിയാ നിന്റെ ആ വിഷമം എനിക്ക് മനസ്സിലായക്കളെ. ആരാ ഇരിക്കുന്നത് നോക്കിയാൽ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുക. എവിടെ പോകുന്നേ? കപ്പ പറിക്കാൻ. ഹാൻഡ് ബാഗ് വിട്ട് കപ്പ പറിക്കാൻ പോകുന്നു. കൊണ്ട് വെക്കടി. അത് വേണം, ഫോൺ എടുക്കണം, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങി പോവാ. നോക്ക്, ചെല്ലുന്നുണ്ടോ? ഒരു സുന്ദരൻ എവിടെ? അമ്മുവിന്റെ സുന്ദരൻ എവിടെ? ഒരു നാടക്കാരൻ എവിടെ? അവര് സ്നേഹിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് സ്നേഹിക്കാൻ. ഇവരെ വഴക്കിട്ട് സ്നേഹിക്കുന്നു, തട്ടിക്കൊണ്ട് പോയി സ്നേഹിക്കുന്നു. ഇത് മറ്റൊരു തരത്തിലുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളെ കടിച്ച് സ്നേഹിക്കുന്നത്. എവളെന്നെ കടിച്ചാണ് സ്നേഹിക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രാന്തം. ഏറ്റവും അതെനിക്ക് മനസ്സിലായി. ഈ പെണ്ണിന് കുറെ പിള്ളേരുണ്ട്. ആർക്കെങ്കിലും വേണേ പറഞ്ഞു വേണ്ടി പുള്ളിക്കുട്ടിക്ക് ഇടുവേ. എന്റെ കള്ളത്തരം ഇപ്പൊ കണ്ടൊറ്റ തള്ളു ഒരു കയറ്റമാണേ. അടുത്തത് ജാക്കി ഇങ്ങോട്ട് മാറി കിട്ടുമോ? എല്ലാം മല്ലിയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ആര്? അപ്പൊ എന്റെ ജാനുവിനെ അല്ലേ? നല്ല പൂക്കളല്ലേ? നിന്റെ അഭിപ്രായം പറയണം. എന്തുവാ? ഞാൻ ഇവനെ അല്ല കുഞ്ഞാവെ ഞാൻ ചേട്ടാന്ന് വിളിക്കണോന്ന് പറഞ്ഞു. കുഞ്ഞാ നിന്നേ കുഞ്ഞാ. അതെന്ത് ചോദ്യാ? വിളിക്കണം. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ പെരുമാറണം എന്നാണ് എൻ്റെ ഒരു ഇത്. മാത്രമല്ല ഇവനെക്കാട്ടി ഒരു വയസ്സ് മൂത്തത് ഞാനാ. നീ എന്നെ ചേച്ചിന്ന് വിളിക്കണം. ചേച്ചി ഒരു ചായ എടുത്തിട്ട് വന്നു തന്നെ വേണം കുടുംബജീവിതത്തിൽ. അയ്യോ വെട്ടരുത്. സ്നേഹം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ വീഴുവേ മാമ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് എന്നോട് ഈ മറ്റേ ചേട്ടാ വിളി, ചേച്ചി അങ്ങനെ വിളി ഇങ്ങനെ വിളി പറയണ്ട. ഞാൻ കുഞ്ഞാ അല്ല എടാന്നൊക്കെ വിളിച്ച് ശീലിച്ച പിന്നെ ഒരു കാര്യം അംഗീകരിക്കാം. ഈ എടാ പോടാന്നുള്ള വിളി ശരിക്കും കുറയ്ക്കേണ്ടതാണ്. കാരണം നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും കുഞ്ഞാവിടെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. അപ്പം പരമാവധി ഞാൻ കുഞ്ഞാന്ന് വിളിക്കാം, കുഞ്ഞാവേ എന്ന് വിളിക്കാം. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. കുഞ്ഞാവയ്ക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം ഞാൻ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് അവൻ എന്നെ ചേച്ചിന്ന് വിളിക്കണം. ചേച്ചി ചായ എടുത്തിട്ട് വാ എന്ന് പറയണം. എന്ത് പോയോ? ചേട്ടൻ പോയോ? ചേട്ടോ ചെല്ലുമ്പോ തരാട്ടാ. ആട് വെള്ളം എന്ത് പെട്ടെന്ന് ആ മഴയത്ത് കാട് വരണം. കണ്ടോ? ഊതണേ. ഇതെന്താ പറയാ? അപ്പൂപ്പന്താടി. ഇതാണ് അറ്റാച്ചി താടി. കപ്പ കൊറേ എലി മാന്തി ബാക്കി കുരങ്ങ് കൊണ്ടുപോയി. ബാക്കിയുള്ളത് നമുക്ക് എടുക്കാവേ. മാറ് മോനെ, മാറ് മക്കളെ. മാമൻ അത് എടുത്തിട്ട് മോനെ വിളിക്കും. എലി കൊറേ എലി കൊണ്ടുപോയി അല്ലേ? കണ്ടുപിടിച്ചാ എന്റെ തല മാറ്റിക്ക കുഞ്ഞാ. അവിടെ എടുക്കട്ടെ. ഇടുമിടുക്കനാണല്ലോ. എന്റെ തല മാറ്റം. മാമനത് മാന്തട്ടെ. ഇനിയിപ്പോ മഴ തോന്നിട്ടുണ്ട്. ഹലോ, ഹായ്. ഹോയ്. അതെ, വീഡിയോ എന്നും പറഞ്ഞ് ഒരു വിധത്തിൽ ക്ഷമിച്ച് പിടിച്ച് നിൽക്കുക.
മാമനല്ലേ കളെ? ടോട്ടൽ ആർക്കാക്കളെ ബലമില്ലാത്ത? സത്യ. മഴ കയ്യെ വെട്ടല്ലേ കളെ? മാമന്റെ കയ്യെ വെട്ടല്ലേ? അമ്മേ സൈഡ് പാനലും കൂടെ മാറ്റുവാണെങ്കിൽ പിന്നെ ഓടിച്ച കുഞ്ഞ. ഞാനൊരു കാര്യം പറയട്ടെ. നീ നാളെ രാവിലെ പോ. നടക്കൂല? എന്നാ മറ്റന്നാൾ പോ. എന്നാ പോക്കോ. എനിക്കവിടെ കണ്ണൂരമ്മ ഉണ്ട്, കിടുവുണ്ട്. ഇല്ലടാ മാമൻ അങ്ങനെ അങ്ങ് പോകുന്നേ പോട്ടല്ലേ, പറഞ്ഞോട്. എപ്പോഴത്തേക്കാ കിട്ടുക? ശരി. ഡിസ്പ്ലേക്ക് മാത്രം 23,000 അടിച്ച് പൊട്ടിക്കുമ്പോൾ ഓർക്കണേ. 23,000 അല്ല, S23 ഗ്ലാസ് മാറുന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ തെറിച്ചു പോയി. ഏതാ കുത്തുന്ന? പിന്നെ എന്റെ ഫോണിൽ വെറുതെ ഇരിക്കും, അവിടെ ഞാൻ തന്നേക്കാം. എന്റെ വായി ഇത് കപ്പയും കാത്തിരിക്കുന്ന കാണണ സുന്ദരി, കാണണ സുന്ദരി. അതുകൊണ്ട് ഞാൻ ഇട്ടോട്ടേക്ക് ഇടുവേ. ആ താങ്ക് യു. ആ ഇട്ടേക്കാം. ഓ ആ നിന്റെ വീട്ടില് നിന്റെ മുമ്പിൽ ഞാൻ ഊരി ഇട്ടോളാം. ഇപ്പൊ ഇട്ടോട്ടെ. താങ്ക് യു. ഇപ്പോഴല്ല അപ്പൊ പിഴുതിട്ടെ. കപ്പ ചിപ്സ് ഉണ്ടാക്കാം വീട്ട്. ഓക്കെ, നല്ല ടേസ്റ്റ് ആണ്. എല്ലാത്തിനും കൂടെ തികയോ? ഒരു കഷ്ണം കപ്പ തന്നെ ധാരാളം. ഇന്നലെ കുട്ടി ഒരു പരിപ്പോടെ ഉണ്ടാക്കിയിരുന്നു. ഇറ്റ്സ് സോ ഡെലീഷ്യസ്. നല്ല രസമുണ്ട്. മറ്റേ ചക്ക വീണ് മൊയില് ചത്തു എന്ന് പറയുന്നത് പോലെ നല്ല രസമുണ്ടായിരുന്നു. ഞാനുണ്ടാക്കിയ സൂപ്പറായിരുന്നു. സത്യമാണ്. നിങ്ങളെന്താ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? സത്യമാണ്. അമ്മവും കൂടെ വേണമായിരുന്നു. നല്ലതൊന്നും ഉണ്ടാക്കുമ്പോ അവൾ ഉണ്ടാവൂല, അവൾ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവില്ല. കൈ നീട്ടല്ലേ പൊന്നെ. എന്താ ഒന്നും പറയാത്തേ? കൊടങ്ങും അണ്ണാനും പിന്നെ എല്ലാം കൊണ്ടുപോകുന്ന എല്ലാം എടുക്കും. പുറകിലൊരുത്തൻ എന്തിന്റെ കേടാന്ന് നോക്കിയേ. അതേ പോയി. മിന്നൽ പാത്തുന് അതുവഴി ഏതോ തന്നെ ഇറങ്ങാൻ എൻ്റെ കുഞ്ഞിനറിയാം. കയ്യിലിരിക്കുന്ന സാധന കണ്ട കണ്ട. അത് നിനക്കായിരുന്നു ഇറങ്ങാൻ പേടി. കുഞ്ഞാവെ പേടി എങ്ങി പോരും. ഇതെല്ലാം പൊങ്ങു തേങ്ങ ഒരെണ്ണെടുത്ത് പൊതിച്ചേരാം. വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് അപ്പം അപ്പുറത്തോട്ട് മഴയാ. അപ്പം ടെൻറ്റ് നമ്മുടെ ഇതിനകത്തുണ്ട്. ടെൻറ്റ് ഇതാ ചേച്ചി ടെൻറ്റും കെട്ടി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. മുറ്റത്ത് നമ്മൾ മിറ്റിലിറക്കിയിട്ടുണ്ടായിരുന്നു. മസിലുള്ളവർക്ക് ഇതൊക്കെ പറ്റും, നമുക്ക് മസിലില്ല. മസിലുണ്ടല്ലേ മാമൻ്റെ ഒരു ഒരുത്തം പെരക്കകത്ത് കയറുന്ന രീതിയുണ്ടോ? പുറകിലെ ചെളിയുണ്ടോ അവൻ്റെ? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു മാറ്റാത്തത്. ഇങ്ങനെയാണ് അകത്ത് കയറുന്നത്. ആണോ? ഒരു ചെറുതിന്റെ പ്രാന്ത് നോക്കിയേ. പിന്നെ അങ്ങോട്ട് പോയി. അമ്മയുടെ ജാനുവേ, അമ്മയുടെ ജാനു എവിടെ? മാമന്റെ പൊന്നെ, മാമന്റെ സ്വത്തിന്റെ ദേ കിടക്കണം മാമന്റെ സ്വത്ത്. മാമന്റെ സ്വത്ത് ദേണ്ടൊരെണ്ണം ഇതൊക്കെ കിടോ കണ്ടോ? ഹായ്, കൊള്ളാവോ നോക്കട്ടെ? കൊള്ളാവോ? ഇരട്ടി നിറച്ച് കുരുവല്ലോടാ. ഞാൻ ഡയറ്റ് കൺട്രോൾ ആയപ്പോൾ അച്ചാച്ചി കപ്പ എല്ലാം മാന്തി ആരോ തിന്നിട്ടിട്ടെടുക്കുക. ആ കുരങ്ങനായിരിക്കും. മഴ പെയ്യുമോ? മഴ പെയ്യുമോ? അച്ഛൻ്റെ ഒരു ഹോൾഡ് വെച്ചൊരു മഴ പെയ്ക്കാൻ പറ്റുമോ? അപ്പക്കാ അപ്പയുടെ നല്ല കുഞ്ഞ് കപ്പ വേണേക്കല്ലേ. അപ്പയുടെ ഉണ്ടാവോ?
പാപ്പ കസേര വരാം ബാ. ലൂക്കയുടെ കുറെ ഇപ്പം എന്തോ ചെയ്യുന്നത്? പിന്നെ കോപ്പറേറ്റ് ഇല്ലല്ലോ പേടിച്ച്. നിന്റെ വണ്ടി എപ്പോഴാവും ഞാൻ വണ്ടി വൈകുന്നേരം രാത്രിയിലെ വണ്ടി ഡേറ്റ് 14-ാം തീയതി തന്നെ വെക്കാം. അതായിരിക്കും ബെറ്റർ. 14 14-ാം തീയതി വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനിപ്പോൾ അധികം ദിവസങ്ങളില്ല, എല്ലാത്തിനും കൂടി ഓടി എത്താൻ പറ്റൂല. മനസ്സിലായില്ലേ? വീട് പണി തീർക്കുകയും വേണം, അതിനിടയിൽ വീട്ടിൽ കൂടുതൽ നടത്തണം, പിന്നെ ഇതെടുക്കൽ, സാധനങ്ങൾ എടുക്കൽ, എല്ലാവരും വിളിക്കൽ, അതിനിടയിൽ ഇനിയിപ്പോൾ മോതിരം മാറുന്ന ചടങ്ങ് വെക്കണം. എല്ലാത്തിനും കൂടി ഗ്യാപ്പ് കിട്ടൂല. ഹൽദി എന്തിനാന്നാണ് എൻ്റെ ചോദ്യം. ഹൽദി വേണമെന്നാണ് ഇവനും അമ്മും പറയുന്നത്. അത് അവളുടെ ഒരു സന്തോഷം. അതിൻ്റെ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ കല്യാണം മാത്രമായിട്ട് വെച്ചു കേട്ടോ. നേരത്തെ അമ്മുവിൻ്റെ വീട്ടിൽ കല്യാണം വെച്ച് റിസപ്ഷൻ വയനാടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ച കൂടുതൽ ആളുകളുള്ളത് കൊണ്ട് ഒറ്റ ഫംഗ്ഷൻ ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മുവിന് വിഷമം, അവളുടെ വീട്ടിൽ എന്തെങ്കിലും നടത്തണമെന്ന് പറഞ്ഞിട്ട് വാശിക്ക് നിൽക്കുക. ഇവിടുത്തെ അണ്ണാണിക്കും ഇവിടുത്തെ അമ്മൂനും അവിടുത്തെ അമ്മൂനും കുഞ്ഞാവയ്ക്കും എല്ലാവർക്കും ഹൽദിയോട് താല്പര്യമുണ്ട്. അതിൽ ഹൽദി വേണ്ട എന്നുള്ള എൻ്റെ വാക്ക് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ദുർബല നിമിഷത്തിൽ എന്തോന്ന് മീനൊന്നും പച്ച മീനൊന്നും അല്ല ഇത്. എല്ലാം പച്ചക്കപ്പതിനാകുമ്പോൾ നിൽക്കുക. ഇതായിരിക്കും പറഞ്ഞു. അത് പിന്നെ എൻ്റെ പ്രൊട്ടക്ടറാ. ഇത് നീ കാണിക്കുന്നു. പുഴു അരിച്ചു കിടക്കുന്ന പോലെ അടിച്ചു വെക്കും. കുഞ്ഞു പുഴു. എടി കമ്പിളി പുഴു. പേടി ആ തേങ്ങയുടെ എല്ലാം മേത്ത് കൂടി ആക്കി വന്നിട്ടുണ്ട്. എന്തിനാ ചകിരിയല്ലേ? ഇന്നലെ ഇതിന് ചീകി ഒളിപ്പിച്ചത് എന്തിനാ? കപ്പ പൊളിക്കട്ടെ ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നത്. കപ്പ പൊളിക്കണോ കുഞ്ഞാ? കത്തി ഇവിടെ എവിടെ ഉണ്ട്? അങ്ങനെ പറയാനാണോ ഞാൻ പറഞ്ഞത്? ശരിക്കും ഞാൻ കപ്പ പൊളിക്കണോ? കപ്പ പൊളിക്കണോ? ഉള്ള ഗ്യാപ്പിൽ കയ്യൊക്കെ കടിക്കുന്നോ? ഇത്രയും കുരുത്തം കേട്ടൊരു പട്ടീനെ ഇതുവരെ ഇവിടെ വളർത്തി. സത്യം, എനിക്ക് ടൈനീൻ്റെ പോലും ഇങ്ങനെ ഒരു കുരുത്തക്കേട് തോന്നിയില്ല. ഇതെന്തുവാ ഇത്? അല്ല ചിന്ന, നീയല്ലേ ഈ കുടുംബത്തിൽ ഏറ്റവും മൂത്തത്? എനിക്ക് തോന്നുന്നു അച്ചാച്ചനെ. എനിക്കൊരു 12 വയസ്സായി ഈ പെണ്ണിന്. ഈ കുഞ്ഞാവൻ നല്ലോണം വർത്താനം പറയും. ക്യാമറ എടുക്കുമ്പോൾ വന്നിട്ട് വളരെ ശാന്തസുന്ദരനായിട്ട് മിണ്ടാണ്ടിരുന്ന് എന്നെ പറ്റിക്കും. അപ്പോൾ എല്ലാവരും പറയും അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കാൻ. ആ ക്യാമറ ഓഫ് ആകുമ്പോൾ എന്ത് വർത്താനാന്നറിയാം കുഞ്ഞാവാ? ഇല്ലടാ, നിന്റെ ആരാധകരിപ്പം എനിക്ക് സമാധാനം തരുന്നില്ല കുഞ്ഞാ. നിന്നെ ഞാൻ ചേട്ടാന്ന് വിളിക്കണമെന്ന്. ഉറക്കപ്പറ. അതാണ് കണ്ട്, ഞാൻ പറഞ്ഞില്ലേ പുള്ളി മറ്റൊരു ലോകത്താണ്. അടുത്ത പാചക കാര്യം, നല്ലൊരു കുടുംബച്ചനാകണമെന്നാണ് കുഞ്ഞാവയുടെ ആഗ്രഹം. അവൻ്റെ കുഞ്ഞാവയുടെ ഇഷ്ടത്തിന് അവൾ വിട്ടിരിക്കുക. കുഞ്ഞാനിക്ക് ഞാൻ സ്ഥിരം കഴിക്കുന്ന ടേസ്റ്റ് മടുത്തു, എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ചിട്ട് ചോദിച്ചു എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കപ്പയും ചിക്കനും ചമ്മന്തിയും കഴിക്കാൻ തോന്നുന്നു, അതിനെന്താ ഉണ്ടാക്കി തരാമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അപ്പോഴാണ് അമ്മൂന് പരിപ്പോടെ വേണമെന്നുകൊണ്ട് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ പരിപ്പൊക്കെ ചതച്ച് വടയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് വയറും നിറഞ്ഞ് ലേറ്റായി. അപ്പോൾ പിന്നെ പറഞ്ഞു നാളെ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇന്ന് കുഞ്ഞാ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്ര ഉണ്ടാക്കി തരണം. അത്രത്തോളം നമ്മളോടൊക്കെ സ്നേഹവും ബഹുമാനം ഉള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്നതല്ല. അതെ, ഇങ്ങോട്ട് നോക്കൂ. അതെ, പറഞ്ഞ പോലെ നാരങ്ങ ഇരിപ്പുണ്ടോ? അതിൽ കുത്തിക്കേറ്റാനല്ലേ? കണ്ടിട്ടില്ല? രാത്രിയാവും, പകല് ഭയങ്കര സ്നേഹമാണ്. എപ്പിസിലൂടെ രാത്രി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്നസെന്റ് ചോദിക്കും നാരങ്ങ ഇരിപ്പുണ്ടോ, ദാഹിക്കുന്നുണ്ടോ? അല്ല, ഒരെണ്ണം എടുത്തിട്ട് വായിൽ കുത്തിത്തിരിക്കാനെന്ന്. ഇവൻ കൗണ്ടർ അടിക്ക് വർത്താനം പറയും, എല്ലാം പറയും, പക്ഷെ അത് മൊഴിമുത്ത് കളമെല്ലാം വരും. എന്നിട്ട് ഈ കമന്റുകളെല്ലാം കാണിച്ചിട്ട് എന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്യും. മറ്റേ കുഞ്ഞുള്ളിയുടെ കാന്താരി ഇട്ട ചമ്മന്തി അത് നാത്തൂനെ ഉണ്ടാക്കി തരട്ടെ. ആങ്ങളെ നാത്തൂനും കൂടെ എന്നെയാണ് സ്നേഹിക്കുന്നത്. അമ്മ ഒന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് പീഡിപ്പിക്കായിരുന്നു, റാഗിയായിരുന്നു. തൽക്കാലം നിങ്ങളെ കുടുംബത്തിലാണ്. ആങ്ങളെയും പെങ്ങളും കൂടെ എന്നെ സ്നേഹിക്കണം ഒരുപാട്. ഞാനൊന്ന് സ്നേഹിച്ചതിനെയാണ് ഇപ്പൊ ഇവരനുഭവിക്കുന്നത്. ഹൽദി കൂടിയേ പറ്റൂന്ന് വാശി ഈ അമ്മൂനും ആ അമ്മൂനും. അതെ, നിങ്ങൾക്കറിയാലോ കേരളത്തിലെ കല്യാണ ആഘോഷം ചെക്കനും പെണ്ണും തമ്മിലുള്ള കുടുംബക്കാർക്ക് ഞങ്ങൾ രണ്ടും വർത്താനത്തിൽ ഓവറാട്ടോ. അതായത് അമ്മു പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് കേരളത്തിലെ ചെക്കനും പെണ്ണിനും അല്ല, കുടുംബക്കാരുടെ സന്തോഷമാണ് നോക്കേണ്ടത്. എനിക്കാണെങ്കിൽ ആ സംഭവം എന്തിനാന്നും മനസ്സിലായില്ല. അനാവശ്യ ചെലവ് നീ എടുത്തോണം ഹൽദിയുടെ. ഞാൻ വേണേൽ കുറെ മഞ്ഞൾ കൊണ്ടുതരാം, മഞ്ഞളും വെള്ളവും ഫ്രീ. ഇവരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണ സാരിയും കൊണ്ട് വരുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞ കണ്ണൂർ വരെ വരാം, അവിടോട്ട് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അവർ സീറത്തോട് വരും. ആദ്യം ഒരു പെണ്ണ് കാണൽ, പിന്നെ ഒരു ഹൽദി, പിന്നെന്താ ഹൽദിയോ ഡ്രസ്സ് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ഹൽദി ഉണ്ടാവുക. ഹൽദി കണ്ണൂർ വെച്ചാട്ടോ. വരുന്നവരൊക്കെ കുറെ മഞ്ഞളുമായിട്ട് പോരെ. കല്യാണം 2 ഓപ്ഷന് നിൽക്കുകയാണ്. ഒന്നിൽ ജനുവരി 26 അല്ലെങ്കിൽ ഫെബ്രുവരി 14. ഈ 2 ഓപ്ഷന് നിൽക്കുകയാണ്.
കുഞ്ഞാവ പറയുന്നു ഫെബ്രുവരി 14 ആവട്ടെ, അപ്പോഴത്തേക്കേ ടൈം എത്തുള്ളൂ, സമയമാവുള്ളൂ എന്ന്. സമയമൊന്നുമില്ല, അവര് തീരുമാനിച്ചപ്പോൾ എനിക്കൊന്നും പറയില്ലല്ലോ. നമുക്ക് ഒരുങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണ വീട്ടിൽ കൂടല് കയറി താമസമുണ്ട്. മാത്രമല്ല ഇവര് വീട് പണിഞ്ഞപ്പോഴേ കല്യാണം കഴിക്കുന്നുള്ള പ്ലാനും ഇല്ലായിരുന്നല്ലോ, പെണ്ണ് കിട്ടുമെന്ന് അവൻ അറിഞ്ഞൂടായിരുന്നെന്ന്. അപ്പോൾ ഇവർ പണിയാന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുമുറി, ഇവന് വീട്ടിൽ ചേട്ടനുണ്ട്, ചേട്ടനൊരു റൂം, അമ്മയ്ക്കും അച്ഛനൊരു റൂം. ചുരുക്കം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് എന്നാൽ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല, താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ മേളത്തെ നിലയിലേക്ക് ഇവിടെ പണിഞ്ഞ പോലെ ഒരെണ്ണം വേണ്ടി വരും. വയനാടും പോയി നിൽക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ പണിയുന്ന ഒരു താമസം കൂടെയുണ്ട്. നീ വെള്ളമാണോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പനെ പറ്റി കുറ്റം പറഞ്ഞ് കിടു വരും, എല്ലാരും പേടിപ്പിച്ചു. അപ്പയ്ക്ക് ചോദിക്കാൻ ആളില്ല. അതാണ് കിടു അല്ലേ? ആ പിന്നെ ഞാൻ അരിഞ്ഞു തരണോ? കുഞ്ഞെല്ലാം ചെയ്തു തരും, എനിക്ക് നല്ല ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ വളർത്തിയതിന്റെ കൂടെ അവനുണ്ട്. ആ ഒരു കുറവ് മാത്രമേ അവനുള്ളൂ, ഞാൻ കാണുന്നുള്ളൂ. പൊന്നെ ഒന്നിങ്ങി ഇറങ്ങിയേ, ഏത് വഴിയും വലിഞ്ഞു കയറി അപ്പുറത്തു. അപ്പോൾ നാളെ മുതൽ നമുക്ക് വീഡിയോയിൽ കുഞ്ഞാവെ കാണാൻ കിട്ടില്ല. ഡോണ്ട് വറി, 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുമെടുക്കും. വർത്താനം പറയണം, മുന്നോട്ട് വരണം എന്ന് നല്ല വ്യക്തമായ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളും പ്രോത്സാഹിപ്പിക്കൂ. അണ്ണാണി വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, അതുകൊണ്ടാ. അതായത് അണ്ണാണി കല്യാണം പ്രമാണിച്ച് ജോലി രാജിവെച്ച് വരുന്നുണ്ട്. 1-ാം തീയതി മുതൽ അണ്ണാണി ഇവിടെയുണ്ട്. പണ്ട് നിങ്ങൾ കാണുന്ന പോലെ അണ്ണാണി ഞാൻ മുട്ട കൊടുക്കാനൊക്കെ പോത്തില്ലേ, അതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. അണ്ണാണി ഇവിടെ തന്നെ ഉണ്ടാവും. പെങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ജോലിയും കളഞ്ഞിട്ട് വരുന്നുണ്ട്, കുഞ്ഞി പെങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. അമ്മുവിനെ ഞാനതുവരെ വിടുന്നില്ല. ഈ അമ്മു എന്നെ പെരപ്പുറത്തുനിന്ന് ഒഴിച്ച് എൻ്റെ വീബോർഡ് വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ട് താഴെ വെച്ചിട്ട് അവിടെ കുറേ അലുത്താക്കുലത്ത സാധനങ്ങൾ വെച്ച് അവളത് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ 15 ദിവസത്തിൽ കൂടുതൽ ഇവൾ വരാണ്ടായാൽ 16-ാമത്തെ ദിവസം ഞാൻ അതിൽ കയറി താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്തൊക്കെ പറഞ്ഞാന്നറിയാമോ? എന്തിനാ ചേച്ചി ഇത് വെക്കുന്നേ, നിങ്ങൾക്ക് വട്ടാണ്, എന്തോ ഭ്രാന്തിനാ ഇത് പെരപ്പുറത്ത് വെക്കുന്ന, ചുമ്മാ പൈസകളെ. മനസ്സിലായില്ലേ? പറഞ്ഞത് അബദ്ധമായെന്ന് മനസ്സിലായി. ഇപ്പോൾ അവക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം. അവൾക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പണി ചെയ്യാം, ആരുടെ ഒരു ശല്യവും ഇല്ല. ഞങ്ങൾക്ക് ഏതായാലും പ്രയോജനമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കും കുഞ്ഞാക്കി താമസിക്കാമല്ലോ. ഞങ്ങളെ ഇപ്പൊ താമസിപ്പിക്കൂലെന്നാ പുള്ളിക്കാരി പറയുന്നത്. എനിക്ക് തന്നത് എനിക്ക് തരണം. ഞാൻ തന്നിട്ടില്ല, നീ കൈയടക്കിയതാ. അച്ചാച്ചി വാടക തരുന്ന മറ്റേ എന്ത് വാടക? തറവാടക. ഇത് പെരപ്പുറ വാടകയാ. എല്ലാത്തിനും എന്നോടൊരു കടപ്പാടും നന്ദി എപ്പോഴും വേണം. ഇവനെ കിട്ടിയുണ്ടോ? അത് 2 കാര്യത്തിലേ ഉള്ളൂ എനിക്ക് ഇവളോട് ബഹുമാനവും കടപ്പാടും. 1, എൻ്റെ ജാനുവിനെ തന്നു. 2, എന്നെയും കുഞ്ഞാവെ കണ്ടുമുട്ടിച്ചു. ബാക്കിയൊരു കാര്യത്തിലും ഞാൻ നിന്നെ അംഗീകരിക്കൂലെന്ന്. കുഞ്ഞാവ ഇപ്പൊ ആലോചിക്കുക, അവരൊറ്റ കാര്യത്തിൽ എനിക്ക് അവളോട് അരിച്ചോന്ന്. വെറുതെ നിൽക്കുന്നവന് പണി ചെയ്യാൻ വേണ്ടി കുഞ്ഞാ ആണാ എന്തുണ്ടെങ്കിൽ ഞങ്ങൾ സഹിക്കും. എൻ്റെ കുഞ്ഞാ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഓടുന്നു. അങ്ങനല്ല, സത്യസന്ധമായിട്ട് പറയണേ. അങ്ങനല്ല പറയണ്ടേ. അങ്ങനെയല്ല പറയണ്ടേ. കള്ള എനിക്കിട്ട് പണിയുമല്ലേ നൈസായിട്ടിരുന്ന്. കുഞ്ഞാ നാളെപ്പാന്നേ ജിമ്മിൽ എൻ്റെ മോന് സങ്കടമാവും. ഞാൻ ചെന്ന് ലേറ്റായ അവൻ ഡെയിലി വിളിച്ച് ചോദിക്കാം, ഇന്ന് വരുന്നില്ലേ, രാവിലെ ഉണ്ടാവൂലേ, വൈകുന്നേരം വരില്ലേ എന്ന് ചോദിച്ചു. എന്നെക്കാലം ആത്മാർത്ഥത എന്നെ പണിയെടുപ്പിക്കാൻ അവന്. നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ബോഡി. അല്ല, അവൻ നന്നായിട്ട് ചെയ്യിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ആഴ്ച കൊണ്ട് ഇത്ര മാറ്റം ഉണ്ടാവില്ല. കുഞ്ഞാവിൻ്റെ മസിൽ കാണിച്ചു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട് ആരോ പറയുന്നുണ്ടായിരുന്നു. അവൻ ഉരുകിയാണ് അവിടെ നിന്നത്. അവൻ്റെ മസിൽ എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നതെന്ന്. മസിലിൻ്റെ കോമ്പറ്റീഷന് ഭാവി പോകാനിരിക്കുന്നവനാണ് അവൻ, മിസ്റ്റർ പെർഫെക്റ്റിൻ്റെ ബോഡിയുടെ. അപ്പോൾ പിന്നെ നാട്ടുകാരെ അല്ലാണ്ട് പിന്നെ ആരെയാ കാണിക്കണ്ടേ? എന്താ ജാക്കേ, എന്താ ചിന്നു മാറി ചിന്നു. അതെ നോക്കൂ അതെ. ഏത് ബ്രൗൺ എന്നെ കണ്ട് കുറെ നേരം കുറച്ചോണ്ട്. ബ്രൗണിയാ? ബ്രൗണിന്റെ മകൾ ബ്രൗണി, വയനാടിന്റെ പുത്രിയാ. അത് വയനാട്ടെ അവൻ വന്നു ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി, അപ്പം തന്നെ കുട്ടിയായി. പട്ടിയുടെ അരി കേട്ടോ, സോറി. വെള്ളച്ചാട്ടം വരെ പോവാന്ന് പറഞ്ഞു. അത് പോവാം. വെള്ളച്ചാട്ടത്തിന് അവിടെ 2 ഹോം സ്റ്റേ പണിതിട്ട് വേണം
ബാക്കി കാര്യം ഭാവി ജീവിതം സെറ്റാക്കാനല്ലേ കുഞ്ഞ. നമ്മളെല്ലാ ജോലിയിലും സഹായിക്കുന്ന അജയ് മോനാണിത്. അജയ് മോൻ എന്താ പറയാനുള്ളത്? എന്തേലും പറയുന്നുണ്ടോ? ഞാൻ എന്ത് പറയാനുണ്ട്? സ്ഥലം എവിടെയാ? കൽക്കട്ടയിലാ കേട്ടോ. ആളെല്ലാ ജോലിയും ചെയ്യും. പട്ടിയും പൂച്ചനും എല്ലാം ഇഷ്ടമാണ്. നല്ലോണം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷെ കിട്ടിയ ഗ്യാപ്പിൽ ഇവനെ പിടിച്ച് വലിക്കുന്നുണ്ട് ആൾക്കാർ. സിതത്തോട്ടിൽ നിന്ന് കുറേ പേര് തിരിച്ച് ജോലിക്ക് വിളിക്കുന്നുണ്ട് കൊച്ചിനെ. അവൻ സിമെൻറ്റ് പൊടിയൊക്കെ അലർജിയാണ്. എങ്കിലും വാ വാ ശമ്പളം കൂട്ടിത്തരാം ഇവിടുന്ന് പോരെന്നും പറഞ്ഞ് എനിക്കിട്ട് പണിയുന്ന 1-2 പേരുണ്ട്. അവ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നാരാന്ന്. കുടിച്ചിട്ട് വന്നാൽ കുറച്ച് കുടിച്ചോ? കുടിച്ചോ കുഞ്ഞാ? ആയിക്കോട്ടെ കുടിച്ചോ. പണിയെടുക്കുന്നവരല്ലേ ക്ഷീണം. അമ്മു വാ കരിക്കും വെള്ളം തരാം. നല്ലല്ലേ അമ്മ? ഒന്നാടി പാടി അമ്മുവേ. കുടിച്ചാ കുഞ്ഞ പട്ടിക്ക് മീൻ മേടിക്കണം. ഒരാഴ്ചത്തേക്ക് എനിക്ക് നോക്കാൻ തന്നെ. ഇപ്പൊ 2 വർഷമായി. ഒരു വർഷത്തോളം കാണാണ്ടിരുന്നില്ലേ? ഒന്നോ അതിന് മേലെ. എന്ത് സ്നേഹം. ഞാൻ വളർത്തി സുന്ദരിയാക്കി. നിറമല്ല പറഞ്ഞ സ്വഭാവം. എല്ലാവർക്കും അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ. കിടുവേ ആണു ഓണവിടുന്നോ? ഒട്ടും തന്നില്ല. ഇല്ല. ഓ നീ തന്നില്ല. ഓ നമ്പറും കൊടുത്താൽ മതി. ഫ്രീ ഡെലിവറി കിട്ടും. ശരി. ഇല്ല പ്രൈമിലുണ്ട്. അത് പൊങ്ങല്ലേ കിട്ടും. ഇത് കരിക്ക് തേങ്ങ. അതെ മാമന്റെ ഉണ്ട്. 4 മണിക്കൂർ. കൊടുത്ത് അവന്റെ പ്രസ്റ്റീജ് ഇഷ്യൂസ് ആണ് ചിലതൊക്കെ. ആരുടെ? കുഞ്ഞാവയുമായിട്ട്. അത് തന്നെ. മസിലില്ലാത്ത കുഞ്ഞാവ ഇപ്പൊ എനിക്ക് തരുമോ എന്നുള്ള പേടിയാണ് അവന്. അതുകൊണ്ട് അവന് തന്നെ തരണം. അതിനാണ് അവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇവന്റെ പേര് പോലെ കണ്ട. അത് കുഞ്ഞുള്ള അവന്റെ പ്രശ്നം. കഴിച്ചു. മക്കള് കഴിച്ചോ? ഓ എല്ലാവർക്കും ഉണ്ടോ? മാമന് കൊടുത്തില്ലല്ലോ. അവന് കിട്ടിയില്ലടാ. ശകലം കടിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു. അവനത് മൊത്തം മേടിച്ചു. നമ്മളെന്തോ ഉണ്ടാക്കണം. പനീർ മട്ടർ എനിക്കതറിയാം. നോർത്തിൽ താമസിച്ചവരൊക്കെ ഉണ്ടാക്കി തരണം. എനിക്കറിയാം. ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. എന്തോ ഒരാഗ്രഹം മറ്റേ ആക്രാന്ത പോലെ എനിക്ക് ഡയറ്റിംഗ് അല്ലേ. പായസം വേണ്ട. ഞാൻ ചോദിച്ചല്ലോ ഞാൻ പായസം ആക്കി തരട്ടെ എന്ന്. മറ്റേ ഷുഗർ ഫ്രീയുടെ ഷുഗർ ഇട്ടാൽ മതി. അല്ല പായസം ആക്കി തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. 1 ഗ്ലാസ് എപ്പെങ്കിലൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം. ഓ കല്യാണത്തിന് വേണ്ടിയില്ലല്ലോ. അത് കഴിയുമ്പോൾ കാണാം ചീർത്ത് വരും. ഇപ്പൊ എടാ പോന്ന് കിടുവേ. ഇങ്ങനെ അപ്പയ്ക്ക് വാ. കുഞ്ഞു കുടിച്ചോ. കുടിച്ചോ ഉള്ളത് കുടിച്ചോ. എസ്പിന്നോട് ചാടിപ്പോയി. അതും അടക്കം എല്ലാം ആ ദാഹമായിരുന്നു അപ്പയ്ക്ക്. ഉദ്ദേശം അത്. അവന് പേടിയാണ്. മാമനെങ്ങാനും ഇനി എനിക്ക് തരുവോ, ഞാനെങ്ങാനും ഇനി മാമനെ ഇഷ്ടപ്പെടുവോ. കിടുവിനെ ഇഷ്ടപ്പെട്ടാൽ മതിയെന്നാണ് കിടു പറഞ്ഞേക്കുന്നത്. സ്പൂൺ എവിടെ കിടുവേ? അവന്റെ വായല്ല അവന് പ്രശ്നം. കണ്ട ഞാൻ പറഞ്ഞില്ലേ നീ എനിക്ക് തരരുത്, അത്രേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് മിടുക്കനാ. എൻ്റെ വയർ നിറച്ചിട്ടല്ല അവന്. അങ്ങനെയാണ്. ഞങ്ങളുടെ കാര്യം അവൻ നോക്കിക്കോളും. 20-ാം തീയതി കോന്നി ഫെസ്റ്റിന് ഞാൻ വരുന്നുണ്ട്. കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ ഡേയിൽ അവർ വിളിച്ചിട്ടുണ്ട്, വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പോകണമല്ലോ. അപ്പോൾ 20-ാം തീയതി നമുക്ക് കോന്നിയിൽ വെച്ച് കാണാം. വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തന്നെ ഇങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അണ്ണാനിനെ കൂടെ കൊടുത്തില്ല. കുഞ്ഞാവുണ്ടായിരുന്നെ നല്ലതായിരുന്നു. എന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നേനെ. ഞാൻ തന്നെ പോയിട്ട് വരണ്ടേ. ഞാൻ കാരണം അവൻ്റെ ആഗ്രഹങ്ങൾ തടസ്സം ചെയ്യുന്നില്ല. അവൻ ജിമ്മിൽ പോട്ടെ.
3 മാസം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടല്ലോ, 2 മാസം കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയാലും ഞാൻ വാല തൂങ്ങിപ്പോ ഉറപ്പാ. ഒറ്റയ്ക്ക് ഞാൻ എങ്ങും വിടൂല. പിന്നെ എവിടെ പോയാലും ഞാൻ പോകും. ബാച്ചുലർ ലൈഫ് ഒക്കെ കഴിഞ്ഞു കുഞ്ഞാടെ. പിന്നെ എവിടെ പോയാലും ഞാൻ വാലയിലുണ്ട്. ഞങ്ങൾ രാവിലെ എഴുന്നേക്കും, ഇവനായിരിക്കും പിന്നെ നേരത്തെ എഴുന്നേക്കാം. ഞാൻ ലേറ്റായി എഴുന്നേക്കുമായിരിക്കും. 2 പേർക്കുള്ള ഫുഡ് ഉണ്ടാവും, അത് കഴിക്കും. ഉച്ചയാവും, കഴിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഗെയിം കളിച്ചാലായി, എല്ലാം അവിടെ ഇരിക്കുമായിരിക്കും. അമ്മ എന്തെങ്കിലും പണി പറഞ്ഞാൽ അതുപോലെ ചെയ്യും. കണ്ണൂരെ കഥ കേട്ടോ. അങ്ങനെ സുഭിക്ഷമായി ജീവിച്ച ഇവരെ 7 ദിവസത്തേക്ക് കൊണ്ടിട്ടതാ ഞാനിവിടെ. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് അവരൊരു ജീവിതമായില്ലേ. അതായി, അതിപ്പോഴല്ലേ ആയത്. അതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വരത്തില്ലേ? വരും. വരത്തില്ലേ? വരും. ഞാൻ അറിഞ്ഞു ഒരു കൂതറയായി നീ ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുമെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു പട്ടിയെ കൊണ്ട് വന്നതാ. ആരോ കമന്റ് ഇട്ടാ കണ്ടു, പട്ടിയെ കൊണ്ടുവന്ന് നാത്തൂനായി. കുക്കി ആരതല്ല, എല്ലാ പണികളും ചെയ്യാൻ കുഞ്ഞാക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര നിർബന്ധിച്ചാലും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അയ്യോ, കണ്ണൂരുള്ള ഒരു ദിവസം എൻ്റെ അമ്മ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ഒരു മഴയുള്ള സമയത്ത് വിച്ച പറമ്പിൻ്റെ അകത്തായിട്ട് അമ്മ നട്ടൊരു മരം. എന്ത് മരമായിരുന്നു എന്ത് മരമായിരുന്നു ഞാൻ അമ്മക്ക് വേണ്ടി ആ മരം പിഴുതുകൊണ്ട് വന്നത്? എന്തോ ഒരു മരം, ജാമ്പക്കാണോ, പക്ഷെ ഇച്ചിരി വലുതായി. അമ്മ പുറകെ ഇവരുണ്ട് ആ മരവും തൂക്കിയിട്ട്, അത്യാവശ്യം വലിയ മരമാണ് അത്. ആ പറമ്പ് വിറ്റു. അവിടുന്ന് അതായത് എടുത്തോന്ന് പറഞ്ഞു. അത് കളയാൻ പറ്റാത്തോണ്ട് ഇവരും അമ്മയും ഒരു സ്വഭാവമാണ്. അതൊന്നും അവർക്ക് കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് പിഴുത് കൊണ്ടുപോയിട്ട് അമ്മ പറഞ്ഞ സ്ഥലത്ത് മാറ്റി നടന്ന്. അതേപോലെ എന്ത് പറഞ്ഞാലും ചെയ്യണ്ടേ ഒരു കുട്ടിയാണ്. ഇനി എന്തെന്നാണ് നമ്മൾ ഭാവിയിൽ കാണുന്നത്? ഇത്ര വരെ നന്നായിരുന്നു. ഞാൻ എന്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും, അല്ലാണ്ട് എന്താ. നന്നായിരിക്കട്ടെ, എല്ലാവർക്കും അതല്ലേ ആഗ്രഹം. നിനക്കറിയാലോ ഞാൻ സ്നേഹിക്കുന്നവരെ നല്ലോണം കൊണ്ടു നടക്കും, പൊന്നുപോലെ നോക്കുമെന്ന് നിനക്കറിയാലോ, എന്തായാലും വിട്ടു കൊടുക്കുമല്ലോ നിനക്കറിയാലോ. അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ വെച്ചാൽ എന്റെ മോന്റെ ഭാവി തീർന്നേ. അയ്യോ, ഞാനിനി ഇതിനെന്നും നാത്തൂനെന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കുന്നതോ? അത്രയും നല്ല നാത്തൂനെ കിട്ടിയതിന് ദൈവത്തോട് സ്തുതി പറയുക. കുഞ്ഞാവനെ തന്നോണ്ടും ജാനുവിനെ തന്നോണ്ടും മാത്രം ഞാൻ സ്തുതി പറയുന്നു. നമ്മോട് ലീവ് എടുത്ത് തരാൻ പറ. നീ തന്നെ പറ. കൊച്ചിന് പരീക്ഷയാണ് ജനുവരിയില്, അത് കഴിയട്ടെ. ആക്കിരിക്കുന്നു പാത്തനെ ചളിപ്പാ നമ്മുടെ പാത്തുവേ. അതിന് പാത്തു ആണോ ഇപ്പൊ കൂവ്? ഔ വച്ചേ പാത്തു. ഗ്യാസ് സെറ്റ് ചെയ്യാണ്. ഡെസ്കിനകത്ത് കാണും കുഞ്ഞാ. ഞാൻ ചിക്കൻ എടുത്ത് വെക്കാൻ പറയാം. നമ്മൾ പട്ടിക്ക് എന്ത് മേടിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. പോയിട്ട് വാ, ഞാൻ വിളിച്ചു പറയാം എന്തായാലും എടുത്ത് റെഡിയാക്കി വെക്കാൻ. ഇതാണോ? ഞങ്ങൾ 2 കുഞ്ഞാടെ ഇരിപ്പട്ടേക്കുന്നത്. അപ്പ വരുന്നില്ല, മാമനും മോനൂടെ പോയിട്ട് വാ. എവിടെ പോവാ? സീറ്റ് ഒന്ന് ശരിയാക്കിക്കേ. ചാരിക്ക മോനെ. കുഞ്ഞാ അവിടുന്ന് നടക്കുമ്പോളേ ഇവന്റെ പാൻറ്റിന്റെ മൂട് മൊത്തം ചെളിയാ കേട്ടോ. നടക്കുമ്പോ ഷൂട്ട് കൊടുക്കണേ. വഴക്കുണ്ടാക്കല് പോകുന്ന വഴി മുട്ടായിക്കേ. എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് പറയാം. വിക്ര ചെളിയാന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ കർഷകനാ, കളവറിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. എന്താ പറയും? അപ്പൊക്ക് എന്താ മേടിച്ചോണ്ട് വരും? രണ്ടും നല്ല കോലമാണ്. 2 പേരും ഒരേ പോലെ ഉണ്ട്, കുഴപ്പമില്ല. കേട്ടോ കുഞ്ഞാ, എനിക്കുള്ള മുട്ടായി മേടിച്ചിട്ട് കിടുവിന്റെ കൈ കൊടുക്കണേ. പോയിട്ട് കേട്ടോ. ടാറ്റാ, ചെയ്യൂ. അപ്പൊ ഇന്നത്തെ എന്റെ ഏത്തക്ക ചുട്ടത് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഡെയിലി എനിക്ക് രാവിലെ സുലഭമ്മ ഏത്തക്ക ചുട്ട് തരാറുണ്ട്. ഇന്നിപ്പോ ഇച്ചിരി ഉച്ചയായി പോയെന്നേ ഉള്ളൂ. എവിടെ പോയാലും ബാഗുമായി പോകുന്ന കുട്ടി. എന്നാ ബാ ഏത്തക്ക നല്ല അടി. നല്ല തീക്കനലിൽ ചുട്ട ഏത്തക്ക. ഇങ്ങനത്തെ പല ഐറ്റംസും അമ്മ ഇവിടെ വന്നേ പിന്നെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. നല്ലല്ലേ? ഇന്നലെ ഒരു കലം ചക്കക്കുരുമെഴുക്കോട്ട് ചോദിച്ചു, മൊത്തം അവള് തന്നെ തിന്നു. ഇന്നലെ വെച്ച് സുടുമ്പോ ഞാൻ വെച്ച ഇപ്പൊ എന്താന്നറിയില്ല, വെക്കുന്നൊക്കെ നല്ല രുചിയാ. ഞാനാ മിനിഞ്ഞാന്ന് വെച്ചേ. രാവിലെ ഒരു വക കഴിച്ചതുമില്ല. കഴിക്കുന്നതാണ് കഞ്ഞിവെള്ളവും ചുട്ട പഴവും. പഴമല്ല, ഇനി എനിക്ക് മണ്ടത്തരം പറയാൻ വയ്യ. ഒന്ന് പറഞ്ഞതിന്റെ ക്ഷീണം ഇത്രയും നാളായിട്ട് മാറിയിട്ട്. അപ്പം എനിക്ക് എടുക്കും, എന്നാലും ഞാൻ നിർത്തൂലെന്നുള്ള. ചക്കക്കുരു ഇട്ട് കഴിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ചുട്ടൊന്നും കഴിച്ചിട്ടില്ല. ചക്കക്കുരു ഇട്ട് വരാൻ കുറച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. അപ്പക്ക് എന്തോ കൊണ്ടുവന്നേ?
എടാ ഇതുവഴി ഇറങ്ങടാ. അതുവഴി ഇറങ്ങുന്നു. എന്തോ കൊണ്ടുവന്നു ഞാൻ ഡയറി മിൽക്ക ശരിക്കും മേടിച്ചിട്ട് വന്നു നീ. അമ്മു ഡയറി മിൽക്ക് കിട്ടിയടി ഞങ്ങൾക്ക്. തരുമോ നമുക്ക് ഉറപ്പാ. ഇവനെ തുറന്നു വിട്ടാൽ ഒരൊറ്റ വാല് വരും ഇപ്പം കപ്പയും കറിയും എല്ലാം കൂടെ. എന്തി ബിസ്ക്കറ്റ് അയ്യാ കവറ് പൊട്ടിച്ചൂട്. കവറോടെ തിന്നും കുഞ്ഞാ. വെളിവില്ലാത്തവനാ അവൻ. അങ്ങനെ പൊട്ടിക്കാനൊന്നും അറിയത്തില്ല. ചവയ്ക്കും ഇപ്പോൾ കണ്ടാ. നീ അവൻ്റെ നീ മേടിക്കാൻ ഇത്തിരി കഷ്ടപ്പെടും. മോനെ അത് വെച്ച് മുട്ടായി തരാം എന്നാ. ഇത് പൊട്ടിക്കുക. അപ്പം ഇപ്പുറത്തെ പൊട്ടിക്കും. മറ്റേ രണ്ടും വായിലാണോ കുഞ്ഞാവനെ പറ്റിക്കുക? വായിൽ 2 കവർ ബിസ്ക്കറ്റാ. അല്ല അത് പൊട്ടിക്കുമ്പോൾ മറ്റേ താഴെ ഇടും. അതിൽ നിന്ന് കൊടു എന്നാ. അത് താഴെ വെക്കാണ്ട് എങ്ങനെ തിന്നാന്നാണ് അവൻ ആലോചിക്കുന്നത്. അങ്ങനെ മ്യാമൻ എത്തിയിട്ട് വേണ്ട അരപ്പൊക്കെ ചേർത്ത് ഇളക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പറ്റിയൊരു ചട്ടുകല്ല ഞാൻ ത്രികോണയെന്ന് കൊടുക്കാൻ പറ്റില്ല. മരത്തിൻ്റെ ഒടിയും ഇവിടെയുള്ള തവികൾ. മുളകിന്റെ തവികൾ കിട്ടൂലേ? മുളകിന്റെ തവികൾ മുള ആ ജീവനാന്ത ഇതുപോലെ എനിക്ക് കപ്പ ഇളക്കി തരാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവട്ടെ. ആ ചിരിയിലെല്ലാം ഉണ്ട് ഗൈസ്. എനിക്ക് ഉറപ്പുണ്ട് ഉണ്ടാക്കി തരുന്നത്. വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. വീട്ടിലതിൻ്റെ അമ്മ അതിൻ്റെ ഒരു അവസരം കൊടുക്കണ്ടേ? എല്ലാവരും എണീക്കുന്നതിന് മുന്നേ എല്ലാം റെഡിയാണ്. അമ്മ എല്ലാ പണിയും കഴിഞ്ഞ് തൊഴിലുറപ്പിന് പോകുന്നുണ്ടാവും. തൊഴിലുറപ്പിനും പോയി അമ്മ സെറ്റ്. എല്ലാവരും പഠിക്കുമൊന്നുമില്ല ഇവിടെ. ആരും അങ്ങനെ വീട്ടിലിരിക്കുന്ന അമ്മ അച്ഛനും പണിക്ക് പോകും. ചേട്ടൻ പണിക്ക് പോകും. കുഞ്ഞാക്കൊരു ചേട്ടനുണ്ട്, ദിനിൽ. നിതീഷ് ദിനിൽ. ദാമോദരന്റെ ഡി വെച്ച് ദിനിലും നിർമ്മലന്റെ എൻ വെച്ച് നിതീഷ്. കണ്ടോ? നിർമ്മലന്റെ എൻ വെച്ച് നിതീഷ്, ദാമോദരന്റെ ഡി വെച്ച് ദിനിൽ. ക്രിയേറ്റിവിറ്റി. ഞങ്ങളെല്ലാം ക്രിയേറ്റീവ് ഫാമിലി. സുരേഷ് പിള്ളയുടെ സു വെച്ച് ദീപി. അന്നാണിയാണോ അഭിയു പഠിച്ചോന്നാണോ? എനിക്ക് വന്നായിരുന്നു. യൂട്യൂബ് ക്യാൻസൽ ആയാലും തട്ടുകട നടത്തി രക്ഷപ്പെട്ടു. ഒരാൾക്ക് പരിപ്പോടെ ഉണ്ടാക്കാൻ അറിയാം, കപ്പ ഉണ്ടാക്കാനും അറിയാം. കൂത്തുപറമ്പ് നല്ല നല്ല സ്ഥലമാണ്. കൈതൊഴിലോട്ട് പോകുന്നത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ലൊക്കേഷൻ. അതിന് വാടക നീ വാങ്ങിക്കത്തില്ല. അതെ, വാങ്ങിക്കത്തില്ല. 2-3 ഡെസ്കും വെച്ചും വാടക എടുത്താൽ മതി. വാടക ആച്ചാച്ചി ലാഭം. ഇവള് കഴിച്ചാൽ അതിലെ മുതലാവൂല. വാടക വേണമെന്ന് അവൻ കേട്ടി കിട്ടിയാടാ. ഉപ്പ് നോക്കാം. കുഞ്ഞാ അടിപൊളി. ഇതെന്ന് തോണ്ടി തരുന്നൊരു പ്രത്യേക സുഖം. തോണ്ടിക്കോ. നിങ്ങളെ വീഡിയോ തന്നെ ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കേട്ടുന്ന തുടുപ്പ് ചക്കയോ തടിയുടെയാ. പണ്ട് ചക്ക വേവിക്കുമ്പോ അടുക്കളയിൽ ഇരുന്നിട്ട് നിങ്ങള് ഇപ്പോഴും ഉണ്ടത് മസിൽ വരുന്നേ. നല്ല ടേസ്റ്റാ. ശകലം വേണം തോണ്ടി. ഇത് കഴുകിയിട്ട് വരാവേ. കറി ഇപ്പൊ കുഴപ്പമില്ലോ. അതിപ്പോ ദിവസം ഇറങ്ങുള്ളൂ. ഞാൻ ഉള്ളി അരിഞ്ഞ് മാറി ഞാൻ വെക്കാം. ഞാൻ ചോദിച്ചപ്പോ വേണ്ടായിരുന്നല്ലോ. വേണോ? മോൻ പറിച്ചോണ്ട് വന്ന കപ്പയാ. ഇനി വേണമെങ്കിൽ ഞാൻ കപ്പയ്ക്ക് പിന്നെ കുത്തിയല്ല ചെറിയ ഒരനക്കം പിന്നെ കുത്തുന്നുണ്ട്. ഇനി ഇതിലില്ല മോനെ. എടുക്കുന്നോ? അങ്ങനല്ല, ഈ വാരം കുത്തി വെച്ചു. പിന്നെ ഇന്ന് കഴിഞ്ഞു. ഈ വാരം ഇത്ര നേരം നിനക്ക് വേണ്ടായിരുന്നല്ലോ. നമുക്ക് രണ്ടുപേർക്കും കൈ കഴിക്കാം. അമ്മയ്ക്ക് സൗന്ദര്യമില്ലെന്ന് ആരാ പറഞ്ഞേ? വഴിഞ്ഞൊഴുകല്ലേ. നിക്കുമ്പോ നയൻതാര, ഇരിക്കുമ്പോ തൃഷ. ആരാണ്? ഉത്തരം പറ. സുലോചന. അതെ, സുലുമോൾ. സുലോചന കേക്കയാ.
ചുലുവമ്മ കേക്കാ. അപ്പച്ചിന് കിട്ടും. നിനക്കും കിട്ടും. അപ്പച്ചിന് നിനക്കാ ഒത്തിരി കിട്ടുന്നേ. കിട്ടുന്നേ കുറച്ച് അപ്പയ്ക്കൂടെ തരണേ. എന്തോ ഡീ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നോളാം. നമ്മളൊന്നും ആർക്കും വേണ്ട സുലുവമ്മേന്ന്. ഞാൻ അമ്മയായിട്ട് വഴക്കട പോയി കിടക്കലല്ലേ പറയാം, അതേപോലെ ഞാനും പറയും. അത് പാവം തങ്കപ്പെട്ട അമ്മേനെയാ നീ വഴക്ക് പറഞ്ഞ നോക്കണം. അവിടുത്തെ കോലിട്ട് കുത്താത്ത എന്റെ അമ്മയുടെ വായിലേക്ക് എന്തെങ്കിലും കേൾക്കുന്നങ്ങ് വിചാരിക്കാം. സുലഭം എല്ലാം സഹിക്കും. അപ്പം അയ്യോടാ, നീ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. അടുക്കളയിലോട്ട് വരണം. പാത്രങ്ങൾ ചടപടാന്ന് വീഴുന്ന കേൾക്കാം. കിടക്കുന്നത് കസേരയിൽ നിന്ന് ഒടിച്ചിട്ടേ ഇവള് പോവുള്ളൂ. പോയി കിടന്ന് ഉറങ്ങിക്കോന്നേ. അമ്മ ഈ സമയത്ത് ഫ്രിഡ്ജിൽ ചരിയുന്നൊരു ഉറക്കമുള്ളതാ. നമുക്ക് അങ്ങനെ ഉറങ്ങിയാലേ സഭ. അമ്മ എന്നാ കിടന്നോ? അമ്മ കുറച്ച് നേരം. എന്നാ ടെന്റിനകത്ത് കയറി കിടന്നോ? അരിയുന്നത് കണ്ടറിയാം പാചകത്തിലൊരു കേമനാന്ന്. അല്ല, തട്ടുകടയ്ക്ക് ആളായിട്ടുണ്ട്. അമ്മ അകത്ത് പോയി കിടന്നുറങ്ങിക്കോ. അമ്മേ ഇവിടെ ഇരുന്ന് ഉറങ്ങി വീഴാതെ. കുഞ്ഞു തുറന്ന് കാണിക്കാം. കുഞ്ഞിനറിയാതെ കറക്റ്റ് നോക്കണേ. അവനെ വാതിൽ തുറന്നു കൊടുക്കുന്ന കാര്യം. പോടി. ഇവനെ ഓരോരുത്തർ ചെറുക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് വേറെ പുനർജന്മോ? അങ്ങനെ എൻ്റെ കാര്യമൊക്കെ അറിയാം. എനിക്കറിയില്ല. ഒരു പട്ടിയും കയറിയില്ല. ഇവിടെ വഴണ്ടുകൊണ്ടിരിക്കുന്നു, വഴട്ടിക്കൊണ്ടിരിക്കുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം അകത്തുറങ്ങാൻ പോയി, ഒരെണ്ണം പെരക്കകത്ത് പോയി. നല്ല ചട്ടുകല്ലേ. അത് മസാല ദോശ വേണ്ടി ഉണ്ടാക്കാനുള്ള നീളത്തെ അത് അവിടെ വെച്ചേ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള അടുപ്പും ഉണ്ടാക്കി, അതിനുള്ള കല്ലും മേടിച്ച്. കല്ലല്ല, തവ. ഇപ്പൊ കല്ലെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ദോശ ഇടാൻ വേണ്ടി കല്ലാന്നൊന്നും. കല്ലൊന്നുമല്ല. അത് ഈ എന്താ പറയുക, ദോശ ചുടുന്ന ദോശ ഒഴിക്കുന്ന ഇരുമ്പിന്റെ ദോശക്കല്ല്. ദോശക്കല്ല്. അതിനെന്തൊക്കെ പലയിടത്തും പല ഭാഷയായിരിക്കും. അങ്ങനെ കുഞ്ഞാവ പോയിരിക്കുകയാണ് ചിക്കൻ കഴുകാൻ. അച്ചാച്ചി ഇവിടെ വഴട്ടുകയാണ്. ആരും അത് സംശയം പറയണ്ട. അവൻ നിങ്ങളാരും ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലല്ല അവനെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. കുഞ്ഞിൻ്റെ കാര്യമാണ്. കുഞ്ഞിൻ്റെ കാര്യമാണ്. അവന് എല്ലാവരും ആവശ്യത്തിന് നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ സത്യത്തിൽ അവന് വലിയ നിർദ്ദേശത്തിൻ്റെ ഒന്നും കാര്യം. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അവൻ ഈ കുഞ്ഞു പ്രായത്തിൽ, അവന് വലിയ വയസ്സ്, അവന് 35 വയസ്സൊന്നും ആയില്ല. ഒരു വയസ്സ് അവന് കഴിഞ്ഞ ശേഷം ഞാൻ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ വിശ്വാസമില്ലെങ്കിലും എൻ്റെ അപ്പൂപ്പൻ്റെ പുനർജന്മമാണ് അവനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ ശൈലിയാണ് കണ്ടനുഭവിച്ചവർക്കെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് 34 വയസ്സ് വരെ എൻ്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ നേരത്തെ പോയെങ്കിൽ. അപ്പം ആ അപ്പൂപ്പൻ എന്തൊക്കെയോ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ആ സ്നേഹം തീർക്കാൻ എനിക്ക് വന്നെന്നുള്ള വിശ്വാസമാണ്. അതേത് കാര്യത്തിലും. എനിക്ക് സങ്കടമായി. ഇത് എന്തോ ഒരു കുഞ്ഞാ ഇത്. അവനെ ഞാനൊരു കുഞ്ഞിനെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്ഥിരം കാണുന്നവരാരും ഇടത്തില്ല. വല്ലപ്പോഴും എൻ്റെ അച്ഛനും അപ്പൂപ്പനും എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പഴമയും ഇപ്പോഴത്തെ ഹൈടെക്കും. അവനിപ്പം അല്ല 10 അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം അരമണിക്കൂർ സോഷ്യൽ മീഡിയയിലും അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 100 കമൻറ്റ് വന്നാൽ 2 കമൻറ്റ് കൂടി നമുക്ക് നെഗറ്റീവ് വരുന്നു. അത്രയില്ല. എനിക്ക് നെഗറ്റീവ് കമന്റിന്റെ പ്രശ്നമല്ല. പക്ഷെ കുഞ്ഞിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു അല്ല മോളെ ഇപ്പോഴല്ലേ കമന്റ് ഇടുന്നേ. ഇനി അച്ചാച്ചി ഒരു കഥ പറയട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ. അതെനിക്ക് തോന്നുന്നു 1989 എങ്ങാണ്ട. അപ്പോൾ ദീപമൊക്കെ ജനിച്ച സമയം. അപ്പോൾ ഈ കൂട്ടുകാരൻ കരഞ്ഞുകൊണ്ടാണ്. കാരണം ഈ ബ്ലഡ് കൊടുപ്പൊക്കെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു വലിയ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് വലിയ വിഷയം. ഞാനാണ് ആർക്കും ഏത് സംഭവത്തിന് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന 26 വയസ്സൊക്കെ ഉള്ളൊരു സമയം. ഈ മോളെ ഈ കൂട്ടുകാരൻ്റെ പെങ്ങൾക്ക് ഇപ്പോഴും ആ പെങ്ങളും ജീവിച്ചിരിപ്പുണ്ട്. ആ കൂട്ടുകാരൻ സീർത്തോട് സ്റ്റാൻഡ് എൻ്റെ കൂടെ പഠിച്ചവനാണ്. ഇപ്പോഴും സീർത്തോട് സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. ഞാൻ ബ്ലഡ് കൊടുത്ത് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് നെഗറ്റീവ്. ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നത്, അല്ലാതെ കമൻറ്റ് വരുന്നത്. അന്ന് അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഫുൾ ഇതിലാണ് ഞാൻ ജീവിക്കുന്നത്. അച്ഛൻ കുറേ മോനെ നീ എങ്ങും പോകരുത്, വൈകിട്ട് വീട്ടിലുണ്ടാവണം, എൻ്റെ അച്ഛനെയും അമ്മയും നോക്കണം, നിനക്ക് നിനക്ക് ഭാര്യ ഉണ്ടാകണമെന്ന് കാണിച്ചു. അവൻ കയറട്ടെ.
അപ്പോൾ ഈ ബ്ലഡും കൊടുത്തേച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ അച്ഛൻ അങ്ങനെ ഡയറക്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ വഴക്ക് പറയത്തില്ല. എന്നെ പറയാനുള്ളതൊക്കെ സുലുവിൻ്റെ അടുത്ത്, എടി അവൻ ബ്ലഡ് കൊടുക്കാനൊന്നും പോയതില്ല, അവന്മാർ കൂട്ടുകാരെല്ലാം കൂടെ എങ്ങാണ്ട് കമ്പനി കൂടാൻ പോയതാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സുലഭനേൻ്റെ അന്നത്തെ സുലഭനെ. അപ്പോൾ ഞാൻ വന്നു, ബ്ലഡ് കൊടുത്തേച്ച് വന്നു. അന്ന് ഈ ഓട്ടോ സൗകര്യമൊന്നും നമ്മുടെ പഠിക്കലിന് ഇച്ചിരി അപ്പുറത്ത് മാറ്റിയാൽ വണ്ടി നിന്നു. ഈ ബ്ലഡും ഒക്കെ കൊടുത്തിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുലഭനയുടെ മുഖം ഇങ്ങനെ തണ്ണിമത്തം, ഏറ്റവും വലിയ രാസവളം ചേർത്ത തണ്ണിമത്തം പോലെ ഇത്രയും ഇങ്ങനെ വീർത്തിരിപ്പുണ്ട്. ഉണ്ടാക്കടി, നിങ്ങൾ ബ്ലഡ് എന്നോടേലും പറയത്തില്ലായിരുന്നു, നിങ്ങൾക്കൊന്ന് കമ്പനി കൂടാൻ പോണേല് ഞാൻ എന്നെ പിടിച്ചു കിട്ടുമോ? ഈ കള്ളം പറഞ്ഞു പോകണോ? മാവിൻ്റെ അച്ഛനോട് റോഡിൽ കയറിയപ്പോൾ ഏതോ കൂട്ടുകാർ പറഞ്ഞു അത് ബ്ലഡ് കൊടുപ്പിനൊന്നും പോയതല്ല, അത് ഇന്ന പോലെ. അപ്പോൾ ആലോചിക്കണം, അന്ന് ബ്ലഡ് കൊടുക്കാൻ ആരും ഇല്ലാത്ത ഒരു ഭയപ്പെടുന്ന കാലഘട്ടം. അങ്ങനെ 2-3 പേരുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞാണ് അവന്മാരെല്ലാം കൂടെ കമ്പനി കൂടാനൊരു പ്രോഗ്രാം ഉണ്ടാക്കിയത്, അല്ലാതെ അതിനൊന്നും പോയതല്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയ റിസൾട്ടില്ല. അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയല്ല, നമ്മളൊക്കെ ജനിച്ച കാലം തൊട്ടേ ഇതിങ്ങനെയുള്ളതാണ്. എന്തൊക്കെ ഇടുന്നുണ്ട്. ചിക്കൻ കറി വെക്കുന്ന ഇപ്പോൾ ആർക്കും റെസിപ്പി ഒന്നും വേണ്ടല്ലോ, കുഞ്ഞാൻ്റെ ഇഷ്ടത്തിലിടട്ടെ. മഞ്ഞൾ തൂൾ, ഗരം മസാല തൂൾ, മല്ലിത്തൂൾ, ഉപ്പ്. ചിക്കൻ കൂടുതലാണെങ്കിൽ കൂടുതലിട്ടോ, കുറവാണെങ്കിൽ കുറച്ചിട്ടോ. ഒക്കെ ഒരു കൈക്കണക്കല്ലേ അല്ലേ കുഞ്ഞാ? തേങ്ങാക്കൊത്ത് ഇട്ടില്ല, അതുകൊണ്ട് അച്ചാച്ചി തേങ്ങ സെപ്പറേറ്റ് വറുത്തോണ്ട് വരാൻ കൊണ്ട് പോയിട്ടുണ്ട്. അത് സൂപ്പറാണ്, പക്ഷെ എണ്ണ കൂടുതലായിരുന്നു നീ വെച്ചപ്പോൾ. ഭയങ്കര ഓയിൽ കുറച്ചേ ഇടാവും. കറി വെക്കുക. ഞാൻ അപ്പോഴത്തേക്ക് കൂട്ടത്തിൽ ഞാൻ വീഡിയോ എഡിറ്റും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക, എടുത്തോണ്ടിരിക്കുന്നു, എഡിറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറി ആവുമ്പോൾ കാണിച്ചു തരാം. കുഞ്ഞാ കരഞ്ഞേരഞ്ഞുണ്ടാക്കട്ടെ. ആ മാമൻ കരഞ്ഞു തുടങ്ങിയല്ലോ. എന്താ കുഞ്ഞാ നീയല്ലേ ചെയ്തോണ്ടിരുന്നേ? ഉപ്പിട്ടില്ല. സവാളയിൽ ഉപ്പിട്ടായിരുന്നോ? സവാളയിൽ ഉപ്പിട്ടോ? പാതുപ്പ ശരിയാക്കി തരുമെന്ന് ഓർത്തിരിക്കുക. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കും, ആദ്യം ഇടാൻ മറന്നുപോയി. എന്ത് രസമെന്ന് അറിയാം ഇതിനകത്ത് കിടക്കാം. ഇപ്പം മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പൊളിക്കും. മുറ്റത്ത് തന്നെ മഴ പെയ്യുമായിരിക്കും. രാവിലെ മുതലുള്ള കപ്പ പറിക്കലും. ഇല ചവിട്ടാണ്ട് വായോ. ഇടൂന്ന് ഒരു ഇല വേണോ അതോ അപ്പേൻ്റെ കൂടെ ആണോ കഴിക്കുന്നത്? ഇല ഇടും. വേറൊരു തവിയാകാമായിരുന്നു. കറി ഇട്ടോ കുഴപ്പമില്ല, ഞാനേ കഴിച്ചു. മതി മതി. കപ്പയിലല്ലേ കറി ഒഴിക്കണ്ടേ? ഞാൻ ശാലം കഴിക്കുന്ന ഡയറ്റ് പ്രമാണിച്ച് കുട്ടി ഉണ്ടാക്കലേ ഉള്ളൂ, കഴിക്കലില്ല കേട്ടാ. ഒരു ഇച്ചിരി കഴിച്ചോ? അതെ ഇല്ലല്ലോ നോക്കിട്ട്. നോക്കട്ടെ. അടിപൊളിയാവും. ഞാൻ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൂപ്പർ സാധനം. ഇനി ഒന്നും ചിക്കൻ കറി നീ തന്നെ വെച്ചാൽ മതി. കിടുവേ എങ്ങനെയുണ്ട്? കപ്പ തരാം. മതി കുഞ്ഞ മതി കുഞ്ഞ മതി കുഞ്ഞ. ഇത്തിരി കപ്പ തിന്നെ. അപ്പൊ ഇട്ടോണ്ടേ തിന്നെ. അപ്പൊ കണ്ണടയ്ക്കുമ്പോ വന്ന് പൂച്ച. മതി കുഞ്ഞ മതി മതി. അമ്മ സ്പൈഡർമാൻ കപ്പ എടുത്തിട്ട് പോന്നു. ഓ കൊള്ളാം. നല്ലല്ലേ? നല്ലല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല കപ്പയും നല്ല കറി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരു ശീലമാക്കണ്ട.
അതിനകത്ത് അവനും കൊടുത്തിരിക്കും. മോനെ ബക്കറ്റ് ഇതിനകത്താ മോനെ. എത്ര വേണേലും കഴിക്കാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കഴിച്ചോണ്ടേ ഇരിക്കും ഞാൻ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ എന്ന് പറഞ്ഞാലും പോലെ സൂപ്പറോ സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? നന്നായിട്ടുണ്ട്. അടിപൊളിയല്ലേ മീൻ? അച്ചാച്ചിയേ നല്ല സൂപ്പർ ടേസ്റ്റ് അച്ചാച്ചി. ആ കുഞ്ഞാൻ നന്നായിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ഇവൻ്റെ കറിയാൻ കഴിച്ചു. ഞങ്ങൾക്ക് കിട്ടതുകൊണ്ട് അടിപൊളിയായിട്ടാ. നന്നായിട്ട് കുറുകി. ഞങ്ങൾ ധൃതി വെക്കാണ്ട് ചെറിയ തീയിൽ വെന്തു കുറുകി നല്ല ടേസ്റ്റായി. അമ്മ ഇറച്ചി കഴിക്കൂല. അച്ചാച്ചി വരുന്നുണ്ട് ഓൺ ദ വേ. അച്ചാച്ചി കഴിക്കുന്ന കൂടെ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിക്കുക. ഇപ്പൊ വന്ന് കഴിച്ചാ അപ്പൊ കുറച്ച് നമ്മൾ അജയ്ക്ക് കൂടെ കൊടുക്കുന്നു. നമ്മൾ തട്ടുന്നു നല്ലോണം. ടാറ്റാ. ചാച്ചി വരുന്നുണ്ട്. ഓ ക്രിസ്മസ് ആയിക്കൊണ്ട് 2 പടക്കം പൊട്ടിയില്ലയോ? തിന്നോണ്ടിരുന്ന ചോറും കളഞ്ഞു വെച്ച് ജാക്കിക്ക് ഇച്ചിരി കപ്പയും കറിയും കൂടെ കൊടുക്കണേ. പാവം കഴിച്ചോണ്ടിരുന്നു. ഇതാണ് കൈ കൊള്ളല്ല അടി പിടിച്ചിട്ട്. വേറൊരു കാര്യം, അവന് ഇതെല്ലാം കുടിച്ചു വന്ന ഓരോ പട്ടിക്കും പ്രത്യേകിച്ച് ഉമ്മച്ചൻ വാരി വെച്ച് കൊടുക്കുന്ന അവൻ്റെ അമ്മയെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഉമ്മച്ചനെ എടുത്തോണ്ട് നടക്കും. കുറച്ചുകൂടെ കൂടെ ചേച്ചി ചാറവൻ കറി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ടാറ്റാ. കിടു ടാറ്റ പറഞ്ഞേ. അല്ല ഇനിയും പറയാനുള്ളതൊക്കെ നേരിട്ട് പറയാം. അല്ലാത്തവരോടൊന്നും ഇനിയൊന്നും പറയുന്നില്ല. ഉടനെ തന്നെ മറ്റു പാചകങ്ങളുമായി കുഞ്ഞാട് വരുന്നതായിരിക്കും. ടാറ്റ. തട്ടുകട രക്ഷപ്പെടും കേട്ടോ. കുഞ്ഞാ മൊബൈൽ തട്ടുകടയാക്കാം. അതെ. എന്നിട്ട് ഓരോ ജില്ലയിലേക്ക് ഒറ്റ ദിവസം ഒരിടത്ത്. ഓക്കെ ഓക്കെ. ഞാനിങ്ങനെ കംപ്ലീറ്റ് കഴിക്കുന്ന വളരെ ചുരുക്കമാണ്. എന്നും ബാക്കി വരും. സുലൂട് ഉണ്ടായിരുന്നെങ്കിൽ അവളും കൂടി കോഴിക്കറി കൂട്ടുകാരനെ അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഡയറക്റ്റ് കഴിച്ചു. അവളിത് കഴിക്കാത്തതുകൊണ്ട് ഈ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ മാറി നിൽക്കുന്നു. വയറ് നിറഞ്ഞോ? കുറച്ച് കഴിക്കാം.